പാലക്കാട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വെങ്കിട്ടരമണൻ എന്ന് പറഞ്ഞൊരു ബാലനുണ്ടായിരുന്നു. അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് അവൻ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടിറങ്ങിപ്പോയി. വിശപ്പടക്കാൻ എന്തെങ്കിലും ഭക്ഷണം കിട്ടണമെന്ന് മാത്രമേ അപ്പം ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജോലി തേടി വന്നു പെട്ടത് ഗുരുവായൂരപ്പ സന്നിധിയിലാണ്. ക്ഷേത്ര പരിസരത്തുള്ള കടകളിലൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് വെങ്കിട്ടരമണൻ അങ്ങനെ കഴിഞ്ഞുകൂടുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെല്ലാനോ അല്ലെങ്കിൽ കണ്ണനെ കണ്ട് കൈകൂപ്പാനോ ഒന്നും അവന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്പലത്തിൽ ഉച്ചയ്ക്കുള്ള പ്രസാദം മൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ തിരുമുമ്പ് കൂടെ അങ്ങനെ നടന്നു പോകും. പക്ഷെ ആ കണ്ണനെ ഒന്ന് നോക്കണമെന്ന് പോലും അവന് തോന്നിയിരുന്നില്ല. അവൻ്റെ ചിന്തയിലും ശ്രദ്ധയിലൊന്നും ഗുരുവായൂരപ്പൻ ഇങ്ങനെ കടന്നു ചെന്നതേയില്ല. കാലം കടന്നുപോയി. വെങ്കിട്ടരമണൻ അങ്ങനെ യുവാവായിട്ട് മാറി. 5-8 കൊല്ലം കണ്ണൻ്റെ തിരുനടയിൽ ഉണ്ടായിട്ടും കണ്ണനെ കണ്ടതേയില്ല. പക്ഷേ നമ്മുടെ കണ്ണനോ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെങ്കിട്ടരമണനെ സദാ ശ്രദ്ധിച്ചു. യാതൊരു ദുശ്ശീലവും കബഡിയും ഒന്നുമില്ലാത്ത അദ്ദേഹത്തെ കണ്ണന് നന്നായി ബോധിച്ചിരുന്നു. അങ്ങനെ കണ്ണൻ രമണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എപ്പോഴറിയോ? സന്ധ്യയ്ക്ക് ദീപാരാധന നടക്കുന്ന സമയത്ത് കണ്ണൻ്റെ നട തുറക്കുന്ന സമയം എല്ലാവരുടെയും നാരായണ നാരായണ നാമം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സന്ധ്യയ്ക്കാണ് ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് എന്തോ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ വെങ്കിട്ടരമണൻ കണ്ണൻ തിരുനടയിലെത്തിയതാണ് നട തുറക്കുന്നത്. മണിമുഴക്കങ്ങളോടെ തിരുനട തുറന്നു. എല്ലാവരുടെ വായിന്നും ഈ നാരായണനാമമാണ് കേൾക്കുന്നത്. എല്ലാവരും നാരായണനാമം ജപിക്കുന്നു. ഇത് കേട്ടിട്ട് വെങ്കിട്ടരമണൻ അങ്ങനെ ശ്രീകോവിലേക്ക് നോക്കി. അപ്പം അതാ അവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണു. കിരീടം ചൂടി ഗോപിക്കുറിയൊക്കെ അണിഞ്ഞ് തുളസിപ്പൂ മാലയും പട്ടുകോണവും മുത്തരഞ്ഞാണവും അങ്ങനെ കയ്യിൽ ഒരിത്തിരി വെണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കണ്ണൻ. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ദൂരം അങ്ങനെ കണ്ടു. ആ കണ്ണനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വെങ്കിട്ടരാമൻ അറിയാണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുങ്ങളിങ്ങനെ ചലിച്ച് അടുത്തെത്തി, സോപാനത്തിനടുത്തെത്തി കണ്ണനെ കൺകുളിർക്കെ കണ്ടു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏതോ ഒരു അനുഭവം ആ മനസ്സിൽ നിറഞ്ഞു കവിയാൻ തുടങ്ങി. അത് കണ്ണീരായിട്ട് ഒഴുകാൻ തുടങ്ങി. അറിയാണ്ട് അവൻ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ എന്ന് മന്ത്രിക്കാൻ തുടങ്ങി. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും എന്തേ കണ്ണാ എനിക്ക് നിന്നെ കാണാൻ തോന്നിയില്ലല്ലോ എന്ന് മനസ്താപം ഉള്ളിൽ നിറഞ്ഞു. വടക്കേ വാതിൽ മാടത്തിൽ ഒരു മഹാത്മാവ് ഇരുന്ന് എന്തോ വായിക്കുന്നു. പാരായണം ചെയ്യുന്ന എന്താണെന്ന് വെങ്കിട്ടരാമന് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ മാധുര്യം വെങ്കിട്ടരാമന് അറിയാൻ കഴിഞ്ഞു. സാക്ഷാൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാടിൻ്റെ ഭാഗവത പാരായണമായിരുന്നു അത്. അദ്ദേഹം മെല്ലെ തലയുയർത്തി വെങ്കിട്ടരമണനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് രമണൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തിട്ട് വലിച്ച പോലുള്ള ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം അവിടെ ഇരുന്ന് ആ പാരായണം മുഴുവനും ശ്രദ്ധയോടെ ശ്രവിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു സുഖം. അവിടെ ഇരിക്കുമ്പോൾ കണ്ണനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ ഒരു സുഖം. ഭഗവത പാരായണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, എത്രയോ കാലമായി ഞാൻ ഈ തിരുസന്നിധിയിൽ എത്തിയിട്ട്, എന്നിട്ടും ഇന്നാണ് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടത്. ഇത്രയും കാലം ഉണ്ടും മുറങ്ങിയും വേല ചെയ്തും വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കിയല്ലോ. അങ്ങയെപ്പറ്റിയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ പോലും കാണണമെന്ന് എനിക്ക് തോന്നിയതേയില്ല. നല്ലൊരു മനുഷ്യജന്മം ഈ വിധം ഞാൻ പാഴാക്കിയല്ലോ പറഞ്ഞു. അത് കേട്ട് കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് വെങ്കിട്ടരമനെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ കുഞ്ഞെ ഒട്ടും സമയം വൈകിയിട്ടില്ല. ഇത് തന്നെയാണ് ശരിയായ സമയം. പൂർവ്വജന്മത്തെ പ്രാരാബ്ദങ്ങൾ അല്പം ബാക്കിയുണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച പുണ്യം കൊണ്ട് മാത്രമേ ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാവൂ. കണ്ണൻ്റെ കാരുണ്യം മൂലം ഇപ്പോൾ നിനക്ക് അതുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം ഭാഗവതം ശ്രവിക്കാനും നാമസങ്കീർത്തനത്തിനും ഗുരുവായൂരപ്പനെ സേവ ചെയ്യാനും സജ്ജന സംഘത്തിൽ ഇരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപദേശം കിട്ടിയ അന്ന് മുതൽ വെങ്കിട്ടരമണൻ നിത്യവും നിർമ്മാല്യം മുതൽ ഉഷപൂജ വരെ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് നാമസങ്കീർത്തനങ്ങളിൽ മുഴുകി. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് പിന്നെയും വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി ദീപാരാധനയും അത്താഴപൂജയൊക്കെ കഴിഞ്ഞ് പോവുള്ളൂ. അങ്ങനെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത പാരായണത്തിലൊക്കെ ആദ്യന്തം ശ്രോതാവായി നാമസങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ മുഴുകി മെല്ലെ മെല്ലെ അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന ആഹാരം മാത്രം ഭക്ഷിച്ച് അമ്പലത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് സദാ നേരവും അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിമചഞ്ചലാം എന്ന പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നു. വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും വെങ്കിട്ടരമണൻ പൂർണ്ണമായിട്ടും ഗുരുവായൂരപ്പനിൽ ഉറച്ചു നിന്നു. അപ്പോഴും അദ്ദേഹം ഇതന്നെ ജപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വൃശ്ചികമാസം ഏകാദശി കാലത്ത് ദ്വാദശി പാരായണ കഴിഞ്ഞിട്ട് ശ്രീ കുഞ്ഞിക്കാവ് നമ്പൂതിരിയുടെ ഭാഗവത പാരായണം വടക്കേ വാതിൽ മാടത്തിൽ തുടങ്ങി. വെങ്കിട്ടരമണൻ നിത്യവും പാരായണാദികൾ പതിവ് പോലെ പങ്കെടുത്തു. ഒരു ദിവസം പാരായണം ശ്രവിച്ചുകൊണ്ടിരുന്ന വെങ്കിട്ടരമണൻ പെട്ടെന്ന് എഴുന്നേറ്റു. പാരായണത്തിനിടയിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കാത്ത വെങ്കിട്ടരമണനെ എല്ലാവരും ശ്രദ്ധിച്ചു. വളരെ ശാന്തവും ഒരു പ്രത്യേക പുഞ്ചിരിയും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും കണ്ടു. അദ്ദേഹം നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നിട്ട് തിരുനടയിലെത്തി ഗുരുവായൂരപ്പനെ നേരെ സാഷ്ടാംഗം പ്രണമിച്ച് കൂപ്പുകൈകളോടെ കിടന്നു.
ആ കിടപ്പ് കുറച്ചധികം നേരം നീണ്ടു. സ്ഥലകാലബോധം വിസ്മരിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതുകൊണ്ട് ആദ്യം ആരും കാര്യമാക്കിയില്ല. എന്നാൽ ഒരനക്കവും ഇല്ലാണ്ട് കുറച്ചധികം നേരം കിടക്കുന്നത് കണ്ടപ്പോൾ ഭക്തന്മാരെടുത്തെത്തി അദ്ദേഹത്തെ ശരീരത്തിൽ തൊട്ട് വിളിച്ചു. അദ്ദേഹം പോലും അറിയാണ്ട് ആ ശരീരമാകുന്ന വസ്ത്രം അഴിഞ്ഞു വീണിരുന്നു. അങ്ങനെ വെങ്കിട്ടരമണൻ ഗുരുവായൂരപ്പനിൽ അലിഞ്ഞു.